ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആൽമണ്ട് ബർഫിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹോം മെയ്ഡ് സ്വീറ്റ് ആണ് ആൽമണ്ട് ബർഫി. എങ്ങനെയാണ് ആൽമണ്ട് ബർഫി ഉണ്ടാക്കുന്നത് നോക്കാം. വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൽമണ്ട് ബർഫി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് 1 കപ്പ് ബദാം പൗഡർ ചേർത്ത് കൊടുക്കാം. ബദാം പൗഡർ ഒന്ന് ചൂടായി വരണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു സ്പാറ്റുല കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു. ബദാം പൗഡർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തീ നമുക്ക് ലോവർ ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സ്പാറ്റുല ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പതുക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂവ് പാലിൽ കലക്കിയതാണിത്. ഞാൻ 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുപാൽ എടുത്തിട്ട് 2 നുള്ള് കുങ്കുമപ്പൂവ് അതിലേക്കിട്ട് കലക്കിയെടുത്തതാണ് ഈ പാല്. ഇതും കൂടി നമുക്ക് ഇതുപോലെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഇളക്കിയെടുക്കാം. തീ ഒട്ടും കൂട്ടണ്ട, ചെറിയ തീയിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വീറ്റാണിത്. ഇതിന്റെ ജലാംശമൊക്കെ വറ്റി ഒന്ന് കട്ടിയായി വരണം. ആ പാകം വരെ ഇതുപോലെ നമുക്ക് പതുക്കെ ഇളക്കിയെടുക്കാം. ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ബർഫി ജലാംശമൊക്കെ വറ്റി അതൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഉരുണ്ടു വരുന്ന പാകത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബർഫിക്കുള്ള കൂട്ട് ഇവിടെ റെഡിയായി. നമ്മൾ ഉണ്ടാക്കിയ കൂട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കിയെടുക്കാം. ഇതുപോലെ കുറേശ്ശെ എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. ഓരോ ഉരുളകളും ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുത്ത് പാത്രത്തിന്റെ സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള കൂട്ടും കൂടി ഉരുളകളാക്കി മാറ്റി വെക്കാം. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്താൽ മതി. ഉരുളകൾക്ക് ഒരുപാട് വലുപ്പം വേണ്ട. ഇതുപോലെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഒരു വിരൽ കൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് അല്പം ബദാം നുറുക്കിയത് ഇതുപോലെ വെച്ചു കൊടുക്കാം. നമ്മുടെ ബർഫി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോന്നും നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ബദാം ഫ്ലേക്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ബദാം ഫ്ലേക്സിന്റെ കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് അതും കൂടി നമ്മൾ അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തു. ഇത് നല്ലൊരു സ്വീറ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ആഴ്ച കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.